ഹലോ അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? ഞാനിവിടെ കാണിക്കാൻ പോണതേ കുക്കിംഗ് ഒന്നും അല്ല, ഒരു മൈലാഞ്ചിയുടെ വീഡിയോ ആണ് കേട്ടോ. മൈദ മൈലാഞ്ചി, ജീരക മൈലാഞ്ചി, നെയിൽക്കോൺ എന്നൊക്കെ പറയും. ഞങ്ങളിതിന് മൈദ മൈലാഞ്ചി എന്ന് പറയാം. ഞാനിത് കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ഫെയിൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത്തവണ ഞാനത് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയപ്പോൾ പിന്നെ അത് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഉപയോഗിക്കേണ്ട. യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സ്മെല്ല് അതിൽ നിന്ന് പോവില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്ന ഫാൾട്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരു പാത്രം വെക്കും, ഇതിൻ്റെ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കളക്ട് ചെയ്യാൻ വെക്കുന്ന പാത്രം ഓവർ ഹീറ്റായിട്ട് അതിൽ കളക്ട് ആയി പോകുന്ന വെള്ളം അപ്പം തന്നെ അത് വറ്റിപ്പോവും. അതാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ ജാമിൻ്റെ മൂടിയില്ലേ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇരുമ്പിൻ്റെയോ അങ്ങനത്തെ റിങ് ഉണ്ടെങ്കിൽ അത് ഇറക്കി വെച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ പാത്രം എടുത്ത് വെക്കുക. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശർക്കര, അതുപോലെ ചായപ്പൊടി, പിന്നെ ജീരകം, ഇത് മൂന്നുമാണ്. ഇത് ഞാനിവിടെ ഒരു ഫോയിൽ വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോയിൽ വെച്ചത്. അതിനുശേഷം ഈ ശർക്കരയും കൂടിയിട്ടുള്ള മിക്സ് അതിന് ചുറ്റും ഇങ്ങനെ വിതറി കൊടുക്കുക. അതിന് മേലെ ഒരു പാത്രം വെക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു ഞാനങ്ങനെ ഉപയോഗിക്കാത്തൊരു ചട്ടിയാണ്. ആ ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ആ അടിയിൽ വെച്ചിട്ടുള്ള പാത്രത്തിന് ഇതായിട്ടിരിക്കണം. കാരണം അതിന് പാകത്തിലിരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആവിയില്ലേ, അത് പുറത്തേക്ക് പോകരുത്. അത്രയും ടൈറ്റായിട്ടത് ഇരിക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാൻ. ആ വെള്ളം ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം കുറച്ചുകൂടി കൂടുതലായിട്ട് ചൂടായി ഇതേത് കണ്ടില്ലേ, ഇതേപോലെ അതിനടിയിൽ വെച്ചിട്ടുള്ള പാത്രത്തിനകത്തേക്ക് അതിൻ്റെ പാത്രത്തിനടിയിലുള്ള മേലെ വെച്ച പാത്രത്തിനടിയിലുള്ള വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് എനിക്ക് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അതിനകത്ത് മൈദ ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എന്തോ കളർ കണ്ടിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ല ആ സമയത്ത്. എന്താവും അറിയില്ല, എന്തായി തീരുന്നതാണ് നോക്കാം. അതിനകത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിന് മേലെ നിന്ന് ഇട്ടിട്ടുള്ള വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. ആ പാകത്തിന് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത്, വൈറ്റ് കളറല്ല സാധാരണ എനിക്ക് എൻ്റെ സിസ്റ്റർ മോളാണ് എനിക്കിത് ഉണ്ടാക്കി തരാം. അതിന് വൈറ്റ് കളറൊന്നും അല്ല കേട്ടോ, റെഡ് കളർ തന്നെയാണ്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സൂപ്പറായിരുന്നു, നല്ല കളറായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.